എല്ലാവർക്കും നമസ്കാരം. അപ്പം അഷ്ടമി കാഴ്ചകളാണ് ഞാനിപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോസിൽ ഇടുന്നത്. ഇന്ന് എട്ടാമത്തെ ഡേയിലുള്ള സ്റ്റേജ് പ്രോഗ്രാമാണ് ഇത്. ഒരു കൊച്ചിൻ്റെ ഓട്ടം തുള്ളലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് ആ കുട്ടി നല്ല രീതിയിൽ ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞു കൊച്ചാണ്. അപ്പോൾ നമുക്ക് ആ പിന്നെ ഇതുപോലെയുള്ള പിന്നെ നിരവധി ക്ഷേത്ര കലകൾ ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ സ്റ്റേജിൽ അഷ്ടമിയോടനുബന്ധിച്ച് ഉണ്ടാവുന്നതാണ്. ഓട്ടംതുള്ളൽ, കഥകളി, പിന്നെ സംഗീത കച്ചേരി, പാഠകം, വിൽപ്പാട്ട്, അങ്ങനെ പിന്നെ സംഗീത കച്ചേരിയാണ് കൂടുതലായിട്ടും ഇവിടെ പിന്നെ അവതരിപ്പിക്കുന്നത്. കഥകളിയൊക്കെ രാത്രി ഈ ഡേ ടൈമിലൊക്കെ ഈ ഓട്ടംതുള്ളലുണ്ടാകും, പാഠകമുണ്ടാകും, വിൽപ്പാട്ടുണ്ടാകും. പിന്നെ തിരുവാതിരകളിയാണ് കൂടുതലായിട്ട്. ഒത്തിരി തിരുവാതിര, ഒരു ദിവസം തന്നെ ഒരു 5-6 തിരുവാതിരകളികൾ ഉണ്ടാവും. അപ്പം ഇനി ഇനി ഈ ഓട്ടംതുള്ളൽ കഴിഞ്ഞ് നമുക്ക് തിരുവാതിരകളിയുടെ കുറച്ച് ഷോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഇതിപ്പോൾ സ്റ്റേജിൻ്റെ ഒരു പോർഷനാണ് കാണിക്കുന്നത്. അപ്പുറത്തെ സൈഡിലായിട്ട് ഈ എന്താ പറയുക, അന്നദാനത്തിന് ഭയങ്കര വലിയ ക്യൂ ആണ്. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അടുത്തതായിട്ട് നമുക്ക് തിരുവാതിരകളിയുടെ ഇതിപ്പോൾ ഒരു ബാച്ചുകാർ വന്നിരിക്കുകയാണ്. അവരുടെ കുറച്ച് സീനാണ് തിരുവാതിരകളി. ഇനി അന്ന് തന്നെ ഒരു 4 തിരുവാതിരയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇതിൻ്റെയൊക്കെ ആയിട്ട് അപ്പുറത്തായിട്ട് നമുക്ക് ഈ കാഴ്ച ശ്രീബലി ഉണ്ടാവും. പിന്നെ രാവിലെ വൈകുന്നേരം പിന്നെ അങ്ങനെ നിരവധി പരിപാടികൾ ആണ് ഇന്ന് ഇതിലൂടെ കാണിക്കുന്നത്. അതിന് ശേഷം പിന്നെ നമുക്ക് വൈക്കത്തഷ്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിരിക്കും. അത് അതിമനോഹരമായിട്ടുള്ളൊരു ഉത്സവമാണ്. അത് 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അത് എല്ലാവരും വൈക്കം ത്തെ ആൾക്കാർ തന്നെയല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇത് അടുത്ത 2ാമത്തെ സെക്ഷൻ തിരുവാതിര ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ സെക്ഷൻകാരാണ്. ഡെയിലി തിരുവാതിരയുണ്ട് കേട്ടോ, ഡെയിലി തിരുവാതിരയുണ്ട്. പിന്നെ കഥകളി രാത്രിയിലാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ അങ്ങ് പോകാറില്ല. വൈകുന്നേരം പിന്നെ ഈ രാത്രിയിലൊക്കെ ആവുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ലൈറ്റ് ഡെക്കറേഷൻ ഒത്തിരി ഉണ്ട്. അമ്പലത്തിൽ നിറച്ച് ലൈറ്റ് ഡെക്കറേഷനാണ്. ഭഗവാന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട്, പിന്നെ അതുപോലെ ആലയിൽ, അപ്പോൾ എല്ലാം. അടുത്ത തിരുവാതിര സെക്ഷൻ വന്നു. ഇത് 3ാമത്തെയാണ്. ഇന്ന് തന്നെ ഒരു 5 തിരുവാതിര ഇതുണ്ട്. ഇത് 3ാമത്തെ സെക്ഷൻ തിരുവാതിരകളിയാണ്. അപ്പം ഇതൊക്കെയാണ് വൈക്കത്തമ്പലത്തിൽ. ഇതിപ്പോൾ രാവിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വൈകുന്നേരം അവിടെ ഇരുന്ന് ഇതെല്ലാ പരിപാടികളും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച്, പിന്നെ അവിടെ അന്നദാനമുണ്ട്. അന്നദാനം കഴിച്ച് നമുക്ക് വൈകുന്നേരം അപ്പം അവിടെ നല്ല രസമാണ്. മഴയൊന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല സ്റ്റേജിൽ എല്ലാവരും ഇങ്ങനെ നിലത്താണ് ഇരിക്കുക. അവിടെ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ മണ്ണല്ല, ഇങ്ങനെ ഈ ചരലോട് കൂടിയുള്ള ഒരു മണ്ണാണ്. അപ്പോൾ നമ്മളത് കംഫർട്ടബിളാണ് അവിടെ ഇരിക്കാനൊക്കെ. ഇനി നമ്മൾ വഴിയിലോട്ട് പടിഞ്ഞാറ് നടയാണ് ഈ കാണിക്കുന്നത്. എല്ലാ നട അല്ലേ, പടിഞ്ഞാറ് നട, കിഴക്കേ നട, വടക്കേ നട, തെക്കേ നട, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ കച്ചവടക്കാർ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എട്ടാം അന്ന് ഇത്ര, ഇനിയിപ്പം 10, 11, 12 ഇതിലൂടെ നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തിങ്ങി ആൾക്കാരായിരിക്കും. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു രാവിലത്തെ ഒരു സീനാണ്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കാണുന്നത്. കുറേ കഴിയുമ്പോൾ കാണാം റോഡ് നിറച്ച ആൾക്കാരാണ്. കച്ചവടക്കാർ എല്ലാ സൈഡിലും ഈ കമ്മലുകളുടെ ഒരു എന്താ പറയുക, ഒരു ഇത് തന്നെയുണ്ടാവും. ഒത്തിരി എല്ലാ സ്ഥലം നിരവധി ഇതിലുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒത്തിരി ഉണ്ട്. പിന്നെ ഇങ്ങനെ കഴിക്കുന്ന പൊരി ഐറ്റംസ്, പിന്നെ ഈ ചോളം ഇത്, പിന്നെ കരിമ്പ് ജ്യൂസ്, പിന്നെ അങ്ങനെയുള്ള കുറേ കച്ചവടക്കാരെ കൊണ്ട് എല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റും. എല്ലാ തരത്തിലുള്ള എന്തുകൊണ്ട് വലിയ വലിയ കടകളാണ്. കുൽക്കി, സർബത്ത്, അങ്ങനെയുള്ള ജ്യൂസിൻ്റെത്, പിന്നെ കഴിക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒത്തിരി നല്ല രസമാണ്. അത് സമയം പോകുന്നത് അറിയില്ല. രാവിലെ വന്ന് വൈകുന്നേരം വരെയല്ലേ എല്ലാവരും. ഇത് വന്നു കഴിഞ്ഞാൽ വൈക്കം ഏരിയയിലുള്ള എല്ലാവരും വൈക്കത്തമ്പലത്തിൽ തന്നെയാണ്. എന്നാലും പിന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ മഹാദേവനെ തൊഴാനായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ് വൈക്കത്തെ
അഷ്ടമി ദിനങ്ങൾ. അപ്പം ഇങ്ങനെ ഈ ഓരോരോ ദിവസങ്ങളിൽ ഞങ്ങൾ പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിവരണം, ചെറിയൊരു വിവരണം തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. വൈക്കത്തെ അഷ്ടമി വരാൻ കഴിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ വൈക്കത്തെ അഷ്ടമി എന്താണെന്നൊക്കെ നല്ല രസമാണ്.